കെ ശരവണകുമാർ, ദുരന്ത നിവാരണ വിദഗ്ധൻ, ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ശരവണകുമാർ, ഇവിടെ വയനാട്ടിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമുക്കറിയാം. ഇതൊരു റെഡ് സോണാണ്, അർത്ഥത്തിൽ റെഡ് സോണാണ്. ഇവിടെ ഇനിയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത, തുടർ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുമോ? അങ്ങനെ ഭയക്കണമോ? ആദ്യമായിട്ട് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം നമുക്ക് മരിച്ചുപോയതായിട്ട് കണക്കുള്ള 105-ൽ കൂടുതൽ വ്യക്തികൾക്കും ഇനിയും നമ്മൾ പേടിപ്പെടുത്തുന്ന ഇനിയും ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന അവർക്കെല്ലാം നമ്മൾ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാരണം അവർ ഈ യുദ്ധത്തിൽ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, ത്യാഗം ചെയ്തിരിക്കുന്നു. അങ്ങനെയേ പറയാൻ പാടുള്ളൂ. കാരണം ഈ സമയത്ത് പറയേണ്ട വിഷയങ്ങൾ ഈ സമയത്ത് തന്നെ പറയേണ്ട പോയിന്റുകളുണ്ട്. ആദ്യം, അതായത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വെച്ചാൽ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. എന്തും സംഭവിക്കാം. നോ വാണിംഗ്, നോ എസ്കേപ്പ്. ഈ രണ്ട് വാക്ക് പ്രകൃതിയിൽ ഇല്ല. പ്രകൃതി വാണിംഗ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇതിനു മുമ്പും 1-2 തവണ വയനാട് ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും സംഭവിക്കുമോ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ അതിൽ തന്നെ ഉണ്ട്. ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടലുകൾ, സോയിൽ പൈപ്പിംഗ്, ഭൂകമ്പങ്ങൾ, ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ വീണ്ടും ആ സ്ഥലത്ത് സംഭവിച്ചേ തീരും. മേ ബി പോസിബിലിറ്റീസ്, ചാൻസസ് അല്ല, ഡെഫിനറ്റ്ലി വി വിൽ ഫേസ്. അതാണ് പ്രകൃതി. ഇപ്പോ ശാസ്ത്രപരമായും പ്രകൃതിപരമായും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ കേരളം കടന്നു പോകുന്നത്. പക്ഷേ വേദനാജനകമായ സത്യം, നമ്മളെ നയിക്കുന്നവർ ആരാണെങ്കിലും ജാതിപരമായും മതപരമായും രാഷ്ട്രീയപരമായും ചിന്തിച്ച് ശീലിപ്പിച്ചതുകൊണ്ട് ശാസ്ത്രപരമായും പ്രകൃതിപരമായും ചിന്തിക്കുന്ന ശേഷി കുറെ കുറയുകയാണ്. അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരണം. അതാണ് വിദ്യാഭ്യാസം വളർന്ന സമൂഹത്തിന് ചേർന്നത്. എന്ന് വെച്ചാൽ വയനാട് റെഡ് സോൺ ആണ്. യെസ്, വയനാട് റെഡ് സോൺ ആണ്. ഇമയമലയിൽ, ഹിമാലയാസിലുള്ളതുപോലെ പനിപ്പാറകളല്ല. ഹിമയമല തന്നെ ഒരു ഇളം പാറയാണ്. പക്ഷേ പശ്ചിമഘട്ട പർവ്വതനിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പ്രായം ഓൺ ദി ബേസിസ് ഓഫ് സയൻസ് 460 കോടി വർഷമാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കോടി വർഷം പ്രായമുള്ള റോക്ക് മൗണ്ടെയിൻ ആണ് വയനാട് ഉൾപ്പെടെ. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അവതാരകൻ കുറച്ച് മുമ്പിൽ പറഞ്ഞതുപോലെ ആ ചൂരൽമലയ്ക്ക് മുകളിലുള്ളത് കൊടും വനമാണ് എന്നുള്ള വാക്ക് പറഞ്ഞു. അതിൽ നമ്മൾ കുറച്ച് തിരുത്തേണ്ടതുണ്ട്. ഇല്ല, കേരളത്തിൽ ഉടനീളമുള്ള പശ്ചിമഘട്ടത്തിൽ കൊടും വനം അല്ലെങ്കിൽ വെർജിൻ ഫോറസ്റ്റ് എന്നുള്ളത് വളരെ കുറവാണ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഏറ്റവും കൂടുതലാണ്. ഇപ്പൊ 2018-ൽ വന്നിട്ടും നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല. ഇപ്പോഴും നമുക്ക് വേദനാജനകമായ ഇപ്പത്തെ തുടിതുടിപ്പ് എന്ത് വെച്ചാൽ 103-ൽ കൂടുതൽ ഡെഡ് ബോഡി കിട്ടി. ഇനിയും എത്ര പേര് മരിച്ചിട്ടുണ്ടാകുമെന്നുള്ള പേടിയാണ്. കൃത്യമായ കണക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഉണ്ടാകും. നമുക്ക് മീഡിയയ്ക്കും നമ്മുടെ സാധാരണക്കാർക്കും പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമി, NDRF ഉൾപ്പെടെയുള്ള അവിടെ പ്രവർത്തിക്കുന്ന സകലർക്കും കണക്കുകൾ ഉണ്ടാകും. 250 വീട് എന്ന് വെച്ചാൽ വോട്ടർ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ നമ്മൾ പേടിക്കാനുണ്ട്. ഇനിയും കൂടുതൽ ഡെഡ് ബോഡീസ് അവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഈ ടൗൺ, ഈ മുണ്ടക്കയം എന്നുള്ള ആ ടൗണിന്റെ മുകളിലുള്ള മല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയം വളരെ കറക്റ്റാണ്. ഒരു വീഡിയോ ക്യാമറ വെക്കുമ്പോൾ ആ ഫ്രെയിമിനുള്ളിലുള്ള വിഷ്വൽ മാത്രമേ നമുക്ക് അറിയാറുള്ളൂ. പക്ഷെ വയനാടൊക്കെ നമ്മുടെ കേരളീയർ പലരും നേരിട്ട് സന്ദർശിച്ച അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഇടുക്കി പോലെ എത്ര ഹൈറ്റാണ് ആ മല ഉരുണ്ടാൽ. ഇപ്പോ മണ്ണിടിച്ചിലല്ല സംഭവിച്ചത്, കൈകളും കാലുകളും കട്ടായി പോയി, തല തുണ്ടായിട്ടുണ്ട് പല ഡെഡ് ബോഡീസിലും. എന്ന് വെച്ചാൽ പാറകളാണ്. പാറകൾ വെട്ടിയെടുത്തു പോവുകയാണ്, ഉരുണ്ടോടുകയാണ് പാറ. അപ്പൊ സെഡിമെന്റൽ റോക്ക് മൗണ്ടെയിൻ ആണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ചും അഗസ്ത്യകൂടം തൊട്ട് നമ്മുടെ കേരള അതിർത്തി വരെയുള്ള, വയനാട് വരെയുള്ള ഈ 14 ജില്ലയിൽ ഏകദേശം 10 ജില്ലയിലും പശ്ചിമഘട്ടം ശക്തമായ പാറക്കെട്ടുകളാണ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഈ വേദനാജനകമായ സമയത്ത് പോലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പരമസത്യമുണ്ട്. അതായത് സിഗരറ്റ് വലിച്ചാൽ 1 മിനിറ്റ് ആയുസ് കുറയും, ഒരു സയൻസ് റിപ്പോർട്ടാണ്. പക്ഷെ മനസ്സ് വിട്ട് ചിരിച്ചാൽ 1 മിനിറ്റ് ആയുസ് കൂടും, അതും ഒരു സയൻസാണ് എന്ന് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ടേ സിഗരറ്റ് വലിക്കുന്നത് പോലെയാണ് നമ്മുടെ വിദ്യാഭ്യാസ കേരളത്തിൽ പല സമയത്തും നമ്മുടെ പ്രവൃത്തി. ഇപ്പോ 102 ഡെഡ് ബോഡികളെ കാണുമ്പോൾ നമുക്ക് സ്നേഹവും വികാരവും കൊണ്ട് എത്രയോ പേർ അവിടെ റെസ്ക്യൂലുണ്ട്. 10 ദിവസം മുമ്പ് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തെക്കൻ എത്യോപ്യയിൽ മണ്ണിടിച്ചിലിൽ 300 പേര് മരിച്ചുപോയി. അവരെ സംരക്ഷിക്കാനും അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിനും പോയ ജനങ്ങൾ പോയി ആ വികാരവും സ്നേഹവും കൊണ്ട്.
അതിൽ 200-ൽ കൂടുതൽ ജനങ്ങളും മരിച്ചു. കാരണം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ ഈ റെസ്ക്യൂവിന് പോകുന്നവർക്കും ലിമിറ്റേഷൻ മാത്രമല്ല, അവരെ സംരക്ഷിക്കണമെന്നുള്ള വിഷയങ്ങളുണ്ട്. മറ്റുള്ള സ്ഥലങ്ങൾ പോലല്ല വയനാട്ടിലുള്ള ഈ ചൂരൽമലയിൽ നിന്നും ഉരുണ്ടുവന്ന പാറകൾ. മണ്ണിടിച്ചലല്ല, അതിന്റെ വ്യാപ്തി കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രിഗേഡിയർ അവർ പറഞ്ഞതുപോലെ സാധ്യമായതെല്ലാം ചെയ്യുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ആർമി മാത്രമല്ല NDRFന്റെ ടീമാണ് ഇന്ത്യയിലുള്ളത്. 2007-ൽ നിർമ്മിച്ചതാണ് നമ്മുടെ NDRF, നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. പക്ഷേ പ്രകൃതിക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. വയനാട് മലനിരകൾ എന്ന് പറയുന്നതും ഇടുക്കി മലനിരകൾ എന്ന് പറയുന്നതും പാലക്കാടുള്ള ഈ ബ്യൂട്ടിഫുൾ ചന്തമായിട്ടുള്ള ഈ പ്രകൃതി രമണീയമായ എന്ന് നമ്മൾ പറയുന്ന ഈ ചന്തത്തിനുള്ളിൽ இந்த അഴകുക്കുള്ള മികപ്പെരിയ ആപത്ത് ഉണ്ട്. അതായത് ഈ പ്രകൃതി രമണീയം എന്ന് നമ്മൾ പറഞ്ഞ് ആസ്വദിക്കുന്ന എല്ലാ മലനിരകളിലും ഇങ്ങനെയുള്ള ഒരു ആപത്തിന്റെ എന്നുള്ളത് ഓരോ സെക്കൻഡും നമ്മൾ ഉണരണം. നോ എസ്കേപ്പ്, നോ വാണിംഗ് എന്നാണ് ഇപ്പോഴും നമ്മൾ ഇതിനെ കരുതുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിരാവിലെ 1:30 മണിക്ക് വന്നു എന്ന് പറയുന്നു. ഇല്ല, പ്രകൃതി ഒരിക്കലും വാണിംഗ് ഇല്ലാതെ ഒരു വിഷയം ചെയ്യാറില്ല. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്നത് ഈ പാറക്കെട്ടുകളുള്ള വയനാട്ടിൽ ഇനിയും സംഭവിക്കും. അങ്ങനെ തന്നെ കരുതണം. അതാണ് വിദ്യാഭ്യാസം വളർന്ന നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു തവണ കൂടി പറയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 3 ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം ബിഫോർ ഡിസാസ്റ്റേഴ്സ്, പ്രിക്കോഷൻസ് ആൻഡ് പ്രിപ്പയർഡ്നെസ് എന്ന് വെച്ചാൽ മഴക്കാലമാണ്. മാർച്ച് ഏപ്രിലിൽ വരൾച്ച വരുമെന്ന് മാർച്ച് ഏപ്രിലിലേ അറിയുള്ളൂ എന്നുള്ളത് തെറ്റാണ്. മുമ്പേ അറിയാം. മാർച്ച് ഏപ്രിൽ പറഞ്ഞാൽ വരൾച്ചയാണ്. ജൂൺ ജൂലൈ പറഞ്ഞാൽ മഴക്കാലമാണ്, കാലവർഷമാണ്. പക്ഷേ എൽ നിനോ, ലാ നിന എന്ന് അൺകൺട്രോൾഡ്, അബ്നോർമൽ, അൺപാരലൽഡ്, അൺകണ്ടീഷണൽ ക്ലൈമറ്റ് ആണ് ഇപ്പോ ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെയ്യുന്നത് ഇവിടെ മഴയല്ല, ക്ലൗഡ് ബ്ലാസ്റ്റ് ആണ്. 10 ദിവസം പെയ്യേണ്ട മഴ വയനാട് പോലുള്ള ഇങ്ങനെ പാറക്കെട്ടുകളുള്ള മലനിരയിൽ 1 മണിക്കൂർ കൊണ്ട് മേഘവിസ്ഫോടനം സംഭവിച്ചാൽ അവിടെ എന്ത് തന്നെ പ്രകൃതി വനമാണെങ്കിൽ പോലും പ്രകൃതിയായി തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകും. ഇതിൽ കൂടുതലാണ് നമ്മുടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ.